കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞത് സുപ്രീം കോടതി വലിയ സന്ദേശമാണ് നൽകുന്നത് എന്നാണ്. പക്ഷേ ഞാനും മനസ്സിലാക്കുന്നിടത്തോളം ഇതിലിപ്പോൾ ആർക്കും അങ്ങനെ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതോ ആയി എനിക്ക് തോന്നുന്നില്ല. ഒരു ഭാഗത്ത് ഇപ്പോൾ നിലവിലെ ഭേദഗതികൾ സ്റ്റേ ചെയ്താൽ നമുക്ക് തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സ്റ്റേയിലേക്ക് പോകുന്നില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിക്കുന്നു. മറുഭാഗത്ത് ഈ ഹർജിയിൽ പറയപ്പെടുന്ന പല പോയിന്റുകളും അത് വാല്യുബിൾ ആണ്, അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3-4 പോയിന്റുകൾ കോടതി ഇന്നലെ വാക്കാൽ നിരീക്ഷിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ കോൺഗ്രസ് പറയുന്നത് പോലെ അങ്ങനെ BJPക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒക്കെ വലിയ സന്ദേശം നൽകുന്നു എന്ന നിരീക്ഷണം അത് ഒരു ഇടക്കാല ഉത്തരവിന്മേൽ എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ ഈ കൃഷ്ണദാസ് പറയുന്നത് പോലെ അതിനും ഒരു ലക്ഷ്യമുണ്ടാകുമോ? നമുക്ക് തെരുവിൽ നിന്നുകൊണ്ട് എന്ത് കാര്യം വിളിച്ചു പറയാം. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി, വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടി, വോട്ട് നേടുന്നതിന് വേണ്ടി ഒക്കെ നമുക്ക് എന്ത് കാര്യവും പറയാം. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു സാധ്യതയുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച നുണയായിരുന്നു, അല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി സുപ്രീം കോടതിയിൽ നടന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ മുതിർന്ന നിയമജ്ഞര് പോലും പ്രതീക്ഷിച്ചത് ഈ കേസ് ഇന്നലെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ സുപ്രീം കോടതി ചെയ്യാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് ഒരു നോട്ടീസ് അയക്കും. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട നിയമങ്ങൾ, അത് മുത്തലാഖ് നിയമമായിക്കോട്ടെ, പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, കാശ്മീരിന്റെ 370 റദ്ദാക്കിയതായിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ സുപ്രീം കോടതി ആദ്യപടിയായി ചെയ്തത് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുന്നു, സമയം കൊടുക്കുന്നു, അതിന് പിന്നെ കാര്യങ്ങൾ കേൾക്കുന്നു. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടു 2 മണിക്കൂർ, ഇന്നലെ സുപ്രീം കോടതി 2 മണിക്കൂർ കേട്ട ആ വാദപ്രതിവാദങ്ങളും സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഓപ്പൺ കോർട്ടിലാണ്. ഞാൻ പ്രത്യേകമായി അടിവരയിട്ട് പറയുകയാണ്, ഓപ്പൺ കോർട്ടിൽ ഇന്നലെ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങളെല്ലാം ഈ നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട അവകാശവാദങ്ങളെല്ലാം മുന്നിയൊടിക്കുന്നതാ. ഈ നിയമവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളത്. ഇവിടെ ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷം എതിർക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്ത് ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം ആ 3 കാര്യങ്ങളാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഈ ബോർഡിലും ട്രൈബ്യൂണലിലും നോൺ മുസ്ലിംസിനെ പിന്നെ അപ്പോയിന്റ് ചെയ്യാനുള്ള കാര്യം. അത് തന്നെ ഇന്നലെ സുപ്രീം കോടതി അതിശക്തമായി പറഞ്ഞു. ഇന്ത്യയിലെ 10 ബോർഡുകളുടെ ഉദാഹരണം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ, തിരുപ്പതി ബോർഡ് ഉൾപ്പെടെ, ഈ പറയുന്ന സിഖ് ഗുരുദ്വാര കമ്മിറ്റികൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഹിന്ദു എൻഡോമെന്റ് ആക്ട് ഉൾപ്പെടെ 10 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഒന്നും ഇതര മതസ്ഥരെ വെച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന വഖഫ് നിയമത്തിൽ മാത്രം ഈ വഖഫ് ബോർഡുകളിൽ ഇന്ന ആളുകളെ വയ്ക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ അവിടെ തന്നെ ഒന്ന് കേന്ദ്രത്തിന്റെ വാദങ്ങളുടെ മുനയൊടിഞ്ഞു. 2, ഇവര് പറഞ്ഞ എന്താ, ഇവിടുത്തെ ഏത് ഭൂമിയും വഖഫായി പ്രഖ്യാപിക്കാം, അതിന് പിന്നെ വഖഫ് ബോർഡിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വഖഫ് ബൈ ബിലീഫ് എന്ത് കാര്യം എവിടെ വേണമെങ്കിലും അങ്ങനെയാണ് ഈ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി മുഴുവൻ. അതിന് പോലും ആദ്യം 8 ലക്ഷം ഏക്കർ ആയിരുന്നു, പിന്നെ അമിത്ഷാ പ്രസംഗിച്ചത് 38 ലക്ഷം ഏക്കർ വരെയായി. ഇപ്പോൾ എന്താ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ പോലും നൂറ്റാണ്ടുകളായി അവരുടെ കൈവശം എടുത്തിരിക്കുന്ന. സുപ്രീം കോടതി ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്, 10, 300, 500 വർഷം മുമ്പ് ഉള്ള മുസ്ലിം പള്ളികളുടെ ഒക്കെ ആധാരം തപ്പി ഇനി പോകാൻ പറ്റുമോ, രജിസ്റ്റർ ചെയ്ത രേഖകൾ തപ്പി പോകാൻ പറ്റുമോ? വളരെ കൃത്യമായി വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അതിന്റെ അകത്ത് കൂടുതൽ പിന്നെ കാര്യമൊന്നും പറയേണ്ടതില്ല. പിന്നെ 3ാമത്തത് ഇവിടെ പറഞ്ഞ എന്താ, ജില്ലാ കളക്ടറുടെ അധികാരവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സാങ്കേതികത്വം ഇത് സ്റ്റേ ചെയ്തോ. കാരണം എന്താ, ഇവിടെയുള്ള ഇപ്പോൾ നിലവിലുള്ള തൽസ്ഥിതി തുടരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഞാൻ പറയാം എന്തുകൊണ്ട് ഇത് സ്റ്റേ ചെയ്തില്ല ഇന്നലെ തന്നെ എന്താ 1 മണിക്കൂറാണ് ഇന്ന് ബഹുമാനപ്പെട്ട സോളിസിറ്റർ ജനറൽ ഇന്ന് വാദിക്കാൻ വേണ്ടി കൊടുത്തത്. എന്ന് പറഞ്ഞു 1 മണിക്കൂർ സോളിസിറ്റർ ജനറലിനും 10 മിനിറ്റ് എതിർ കക്ഷികൾക്കുമാണ് ഇന്ന് കൊടുത്തത്. പക്ഷെ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ സോളിസിറ്റർ ജനറൽ വന്ന് എല്ലാം സബ്മിറ്റ് ചെയ്തു, ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. ഈ പറയുന്ന ഇന്നലെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് അത് പിന്നെ ഇന്ന് സോളിസിറ്റർ ജനറൽ അംഗീകരിച്ചു, അത് സുപ്രീം കോടതി റെക്കോർഡ് ചെയ്തു. പിന്നെ ഞാനൊരു കാര്യങ്ങൾ പറയാം, എന്തുകൊണ്ടാണ് 7 ദിവസം ഇവിടെ കൂട്ടി ചോദിച്ചത്? 7 ദിവസം ചോദിച്ചത് സത്യവാങ്മൂലം നൽകാൻ വേണ്ടിയാ. കാരണം എന്താ, ഇന്ന് ഒരു പക്ഷേ ഇത് സ്റ്റേ ചെയ്യപ്പെട്ടേക്കാം എന്ന് ഭയന്നുകൊണ്ടാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ 7 ദിവസം പിന്നെ കൂട്ടി ചോദിച്ചത്. അത് സുപ്രീം കോടതി 7 ദിവസം കൂട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 7 ദിവസം കഴിഞ്ഞിട്ട്
ഏതെക്കാളും ഇന്നലെ ഇന്നും ഒന്നും ഒരു കാരണം അവർക്കൊരു മറുപടി പറയാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് അവർക്ക് മറുപടി പറയാനുള്ളത്? അപ്പം ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തില് ഇത് വളരെ അസാധാരണത്തിൽ നിറഞ്ഞ കേസാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ സുപ്രധാനമായ ഒരു നിയമം. കാരണം അതാണല്ലോ ഇവിടെ ഈ BJP കേന്ദ്രമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമത്തിന് ഒരു 2 മണിക്കൂർ വാദം കേട്ടപ്പോൾ തന്നെ ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത കോടതികൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടെ കൃത്യമായി നോക്കിക്കോ, ഇവിടെ എഴുതി വെച്ചു ഈ നിയമം സ്റ്റേ ചെയ്യപ്പെടാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ സ്റ്റേ ചെയ്തില്ല എന്ന് പറഞ്ഞ സാങ്കേതികത്വം ഒന്നും പറയണ്ട. കാരണം അത് തന്നെ ഇപ്പോൾ കസ്റ്റഡി തുടരുക എന്ന് പറഞ്ഞാൽ അവിടെ റോണി, ഞാൻ താങ്കളൊന്ന് പറഞ്ഞത് താങ്കൾ എഡിറ്റ് ചെയ്യപ്പെടും എന്ന് ആണ് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എഡിറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തള്ളുക എന്നായിരിക്കണമെന്നില്ലല്ലോ അല്ലെ? കാരണം അതിനൊരു അന്തിമ വിധി വരുവോളം വരെ വേണമെങ്കിൽ ഈ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ 7 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്നത്. അല്ല, എന്റെ സംശയം അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഈ നിയമ ഭേദഗതി ഏതാണ്ട് അതേപടി തന്നെ കോടതി തള്ളും എന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അതിനപ്പുറത്ത് അതിലെ ചില ക്ലോസുകൾ കോടതി മരവിപ്പിച്ചേക്കാം എന്നുള്ളതാണോ? അതിനകത്ത് അപ്രധാനമായിട്ടുള്ള ചില ക്ലോസുകൾ ഒക്കെ നിലനിർത്തി. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാദങ്ങൾ BJP ഒരൊറ്റ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളും പറഞ്ഞു അതിന്റെ പിന്നെ 2ാം വകുപ്പ് പ്രകാരം മുനമ്പത്ത് മുഴുവൻ കാര്യങ്ങൾ ഇപ്പോൾ സേഫ് ആണെന്ന് പറഞ്ഞു. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകരുത്. സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്നറിയോ? ആ 2ാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് കോടതി ഉത്തരവുകൾ ഉണ്ടെങ്കിൽ പോലും ട്രസ്റ്റുകൾക്ക് ഈ വഖഫ് നിയമം ബാധകമല്ല എന്ന് നിയമം എഴുതി വെക്കുവാൻ ഇവിടെ ഈ പറയുന്ന കോടതി ഉത്തരവിനെ വയലേറ്റ് ചെയ്യാൻ ആരാണ് പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്നത് എന്ന് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഈ പറയുന്ന അദ്ദേഹം കൈമലർത്തുക ചെയ്യുന്നത് വളരെ നിസ്സഹായനായി ദയനീയമായി ആരാണ് ഈ പറയുന്ന അറ്റോർണി ജനറൽ, ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത പിന്നെ വാദിക്കേണ്ട വ്യക്തി, അയാൾ വളരെ നിസ്സഹായനായി എനിക്കൊന്നും അറിയത്തില്ല. അപ്പം തന്നെ വളരെ വ്യക്തമല്ലേ അതിനകത്ത് പറഞ്ഞു. അത് ആ ഒറ്റ ക്ലോസ് മതി ഈ ആക്ടിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പ്രഖ്യാപിക്കാൻ വേണ്ടി. കാരണം എന്താ, കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന ട്രസ്റ്റുകൾക്ക് ഈ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ബാധകമല്ല എന്ന് എഴുതി വെക്കുമ്പോൾ ഇവിടെയൊക്കെ പിന്നെ മുൻപ് കാലങ്ങളിലൊക്കെ വലിയ പിന്നെ തർക്കമുണ്ടായിട്ടുണ്ട്. പാർലമെന്റിനാണോ അധികാരം, കോടതിക്കാണോ അധികാരം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സുപ്രധാനമായ വിധികൾ വന്നിട്ടുണ്ട് കേശവാനന്ദ ഭാരതി കേസിലൊക്കെ. അവിടെയൊക്കെ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞത് പാർലമെന്റ് ഏത് നിയമം പാസ്സാക്കിയാലും അത് ഭരണഘടനയിൽ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ പോലും അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി വിശാല ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ടൊന്നും ഇപ്പോൾ ഈ 3 ബെഞ്ചിന് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഈ നിയമം ഒരാഴ്ച കഴിയുമ്പോൾ സ്റ്റേ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിയമവിദഗ്ധൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് MS സജി കൂടി ചേരുന്നുണ്ട്. ശ്രീ സജി, ഇവിടെ രാഷ്ട്രീയം പറയുന്നവർ സ്വാഭാവികമായും ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നിരീക്ഷണങ്ങൾ നടത്താം. അതിൽ വസ്തുതാപരമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകാം, അല്ലാത്തതും ഉണ്ടാകാം. താങ്കൾക്ക് ഇന്നത്തെ കോടതിയുടെ നടപടിയിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? നിലവിൽ ആർക്കാണ് ആശ്വസിക്കാൻ സാധിക്കുന്നത്?